ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അറബിക് ഡിഷായ മുത്തബല്ലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് വഴുതനങ്ങ. പിന്നെ ഈ ഡിഷിൽ പച്ചമുളക് ചേർക്കാറില്ല, പക്ഷേ ഞാൻ പച്ചമുളക് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും, ഒരു അല്ലി വെളുത്തുള്ളി, തഹിന പേസ്റ്റ്, യോഗേർട്ട്, ഒലിവ് ഓയിൽ, ഉപ്പ്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അറബിക് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എരിവുണ്ടാവാറില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം കഴുകി വൃത്തിയാക്കിയ വഴുതനങ്ങ എടുത്ത് ഒരു ഫോർക്ക് കൊണ്ട് അവിടെ ഇവിടെയായിട്ട് കുത്തി കൊടുക്കുക. നമ്മളിത് ചുട്ടെടുക്കുന്നതാണ്, അതുകൊണ്ട് അത് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. സ്റ്റവ് കത്തിച്ച് അതിൻ്റെ മേലെ അത് വെച്ച് വഴുതനങ്ങ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അതൊരു ഗ്രില്ലിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വഴുതനങ്ങ ചുട്ടെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് തിരിച്ച് മറിച്ച് വെച്ച് കൊടുത്ത് ചുട്ടെടുക്കണം. അതിനുശേഷം നമുക്കത് ചൂടാറാൻ വയ്ക്കാം. അത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്നുകിൽ അങ്ങനെ തന്നെ എടുത്ത് അതിൻ്റെ മുകളിലുള്ള കരിഭാഗം മുഴുവൻ കൈകൊണ്ട് മെല്ലെ അതിങ്ങനെ അടർത്തിയെടുക്കാൻ കിട്ടും. അങ്ങനെ എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്കൊരു സ്പൂണ് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ മുഴുവൻ എടുക്കാം. കരിപെടാതെ സൂക്ഷിക്കണം. അല്ലാതെ മുകളിൽ നിന്നുള്ള കരിഭാഗം മാത്രം നമ്മൾ പൊളിച്ച് കളയുകയാണെങ്കിൽ അത് മെല്ലെ കരിയൊക്കെ എടുത്ത് കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെയാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഇത്. ടിന്നിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ടിന്നിലുള്ളതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് അതിൻ്റെ ഫീഡ്ബാക്കും നിങ്ങൾ എന്നെ അറിയിക്കണേ. വഴുതനങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ പൾപ്പ് മുഴുവൻ എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു തവി വെച്ചിട്ട് നന്നായി ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ അത് നമുക്ക് മിക്സിയിലിട്ടിട്ടും ഒന്ന് ഉടച്ചെടുക്കാം. ഇവിടെ ഞാൻ തവി വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അതിൽ ഉള്ള കറുപ്പ് പൊടികൾ കരികളൊക്കെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. തവി വെച്ച് നന്നായി ഉടച്ചെടുക്കാം. ഇത് നന്നായി വെന്തതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും.
നന്നായി ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുക. ഇത് ഞാൻ ചേർക്കുന്നതാണ്, സാധാരണ പച്ചമുളക് ചേർക്കാറില്ല. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തഹീന കൂടെ ചേർത്തു. രണ്ട് ടേബിൾ സ്പൂൺ യോഗേർട്ടും ചേർത്തു. യോഗേർട്ടിന് പകരം നമുക്ക് ലെമണും യൂസ് ചെയ്യാം. വഴുതനങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തഹീനയുടെയും യോഗേർട്ടിൻ്റെ ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്യാതെ ആണെങ്കിലും മിക്സിയിലിട്ടിട്ടും നമുക്ക് ചെയ്യാം. വഴുതനങ്ങ ഉടയ്ക്കാൻ വേണ്ടി മിക്സിയിലിട്ട കൂടെ തന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഒലിവ് ഓയിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഹമ്മൂസൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.